ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഞങ്ങളിപ്പോൾ വരുന്നത് വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ് ഞങ്ങളിങ്ങോട്ട് എത്തിച്ചേർന്നത്. നമ്മുടെ എല്ലാം മനസാക്ഷിയെ ഞെടുക്കിയ നമ്മുടെ കേരളത്തിലെ ഒരു ക്യാമ്പസിൽ ഒരു ചെറുപ്പക്കാരൻ പീഡനത്തിന് വിധേയനായി, വിചാരണയ്ക്ക് വിധേയനായി ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ആ കുട്ടിയുടെ വീട്ടിൽ പോയി അവരുടെ മാതാപിതാക്കളെ സന്ദർശിച്ചിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് എത്തിച്ചേരുന്നത്. നമ്മുടെ കേരളത്തിലെ കലാലയങ്ങളിലും ക്യാമ്പസുകളിലുമൊക്കെ വലിയ അരാജകത്വം അരങ്ങേറും. എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരക്ഷിതാവസ്ഥയിലുള്ളത് നമ്മുടെ ചെറുപ്പക്കാരാണ് എന്നതാണ്. എത്രയോ വട്ടം, എത്രയോ സമരങ്ങൾക്ക് ഞാൻ ഈ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ വന്നിരിക്കുന്നു. എന്നെ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു കാര്യം, ഇതിനു മുമ്പ് നിങ്ങളെ ഇതുപോലെ തന്നെ നിങ്ങളെ പോലെ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച ചെറുപ്പക്കാർ ഈ തെരുവിൽ നടത്തിയ ഒരു സമരമായിരുന്നു. ഞാൻ MLA ആകുന്നതിന് മുമ്പ് അവസാനമായി, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുമ്പ് അവസാനമായി പങ്കെടുത്ത ഒരു സമരം എന്ന് പറയുന്നത് PSC ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി തന്നെയുള്ള ഒരു സമരമായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിവിടെ PSC ഉദ്യോഗാർത്ഥികൾ അവർക്ക് അർഹതപ്പെട്ട ഒരു തൊഴിലിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ അവർക്ക് ഐക്യദാർഢ്യം, അല്ലെങ്കിൽ അവരോടുള്ള ഒരു ഐക്യദാർഢ്യം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ നാടായ മൂവാറ്റുപുഴയിൽ നിന്നും ഒരു ബുള്ളറ്റിൽ ഇങ്ങോട്ടൊരു യാത്ര വന്നിരുന്നു. നീതി യാത്ര എന്ന പേരിൽ ബുള്ളറ്റിൽ യാത്ര വന്നപ്പോൾ വഴിയരികിലെല്ലാം PSC ഉദ്യോഗാർത്ഥികൾ എന്നെ കാത്തുനിന്ന്, ഞാൻ ആദ്യം കരുതിയത് യൂത്ത് കോൺഗ്രസ്സുകാരോ KSUക്കാരോ ആണ് എന്നാണ്. പക്ഷേ അങ്ങോട്ട് വന്ന വഴിക്കാണ് അവരെല്ലാവരും പറഞ്ഞ് ഞങ്ങൾ രാഷ്ട്രീയമുള്ളവരല്ല, ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരോ യൂത്ത് കോൺഗ്രസിൻ്റെയോ KSUവിൻ്റെ പ്രവർത്തകരല്ല, മറിച്ച് ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പോകുന്നുവെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങളെ ഒരു വേള കണ്ട് നിങ്ങളെ ഒന്ന് അഭിനന്ദിക്കണം, അല്ലെങ്കിൽ അഭിവാദ്യം അർപ്പിക്കണം എന്നതുകൊണ്ടാണ് ഞങ്ങൾ കാത്തുനിന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബൈക്ക് ഓടിച്ച് വൈകുന്നേരം ഇവിടെ എത്തിച്ചേരുന്ന സമയത്ത് ഞാൻ കണ്ട കാഴ്ച എന്ന് പറയുന്നത്, PSC റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുക എന്ന് പറഞ്ഞാൽ എത്ര പ്രയാസകരമായ കാര്യമാണ് എന്ന് നമുക്കറിയാം. മുഴുവൻ പകലാക്കി വിളക്കണക്കാതെ അധ്വാനിച്ചിരുന്ന് പഠിച്ചാണ് PSC റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുക. നിങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഒരു പരീക്ഷയല്ല, രണ്ടാമതൊരു പരീക്ഷ കഴിഞ്ഞ് കായികക്ഷമതയും കഴിഞ്ഞാണ് നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ളത്. നിങ്ങളുടെ മാനസികാവസ്ഥ തീർച്ചയായിട്ടും ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാകും. ഞാനന്ന് വൈകിട്ട് ഇവിടെ എത്തുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, നമ്മുടെ വളർന്നു വരുന്ന ഒരു തലമുറ, പുതിയ അല്ലെങ്കിൽ അടുത്ത തലമുറ ഈ കേരളത്തിൽ അഭിമാനത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് നിൽക്കേണ്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഈ കേരളത്തിൻ്റെ യുവത്വത്തിലാണ് കേരളത്തിൻ്റെ പ്രതീക്ഷ. അങ്ങനെയുള്ള അഭിമാനികളായി തല ഉയർത്തിപ്പിടിച്ച് നിൽക്കേണ്ട ചെറുപ്പക്കാർ ഈ തെരുവിൽ, ഇതേ തെരുവിൽ മുട്ടിലെഴയുന്ന കാഴ്ച ഞാൻ കണ്ടതാണ്. അവർ മുട്ടിലെഴഞ്ഞത് വേറൊന്നിനും വേണ്ടി എഴുന്നില്ല, മുട്ടിലെഴഞ്ഞ് സമരം ചെയ്തത് ഈ സർക്കാരിന് കരുണയുണ്ടാകണമെന്ന് യാചിച്ച് അവർ സമരം ചെയ്തു. അവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ദീർഘിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അടക്കമുള്ളവർ ബന്ധപ്പെട്ടു. ഒടുവിൽ അവർ ആ സമരം പരാജയം സമ്മതിച്ച് മടങ്ങിപ്പോകാൻ തീരുമാനിക്കുമ്പോൾ ഞാൻ അടക്കമുള്ളവരോട് പറഞ്ഞു, ഞങ്ങളുടെ മുഖം രക്ഷിച്ച് മടങ്ങിപ്പോകാനുള്ള ഒരു അവസരം തരണം. ഞങ്ങൾ ഈ സർക്കാരിൽ ആരെങ്കിലും ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരായിട്ടോ അതല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സെക്രട്ടറി ആയിട്ടോ ചർച്ച നടത്തിയിട്ട് ഞങ്ങൾ മടങ്ങിപ്പോക്കോളാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ സന്ദേശം അവിടെ അറിയിച്ചു. പക്ഷേ ഒട്ടും കരുണയില്ലാതിരുന്ന ഒരു സർക്കാർ പറഞ്ഞത്, അവർ ആരോട് ചോദിച്ചിട്ടാണോ സമരത്തിന് വന്നത് അവരോട് ചോദിച്ചിട്ട് മടങ്ങിപ്പോകട്ടെ എന്നതാണ്. കാരണം വിദ്യാർത്ഥികളോട്, യുവാക്കളോട് ഒരു കരുണയും കാണാത്ത ഒരു സർക്കാരാണ്. ഈ സർക്കാരിന്റെ തെറ്റായ നടപടികൾ മൂലം നമുക്ക് നമ്മുടെ ഒരു തലമുറയെ ഈ നാടിന് നഷ്ടപ്പെടുകയാണ്. ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാവരുടെയും ശരാശരി മാനസികാവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ നാടിൽ നിന്നും കടന്നുപോയാൽ രക്ഷപ്പെടുമെന്നുള്ളതാണ്. എൻ്റെ മുമ്പിൽ ഒരുപാട് വിദ്യാർത്ഥികൾ, ഒരുപാട് ചെറുപ്പക്കാർ വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടി വരാറുണ്ട്. അവരെല്ലാവരും പറയാറ്, ഞങ്ങൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്നു. 10, 17, 20 ലക്ഷം രൂപ കടമെടുത്ത് അവർ ഏത് യൂണിവേഴ്സിറ്റി ആണെന്നറിയാതെ, ഏത് കോളേജ് ആണെന്നറിയാതെ, ഈവൻ ഏത് രാജ്യത്തേക്കാണെന്ന് പോലും ശ്രദ്ധിക്കാതെ
എങ്ങനെയും കടന്ന് ഞാനപ്പോൾ അവരോട് ചോദിക്കും, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇവിടുന്ന് പോകുന്നത്? നമ്മൾ ജനിച്ച മണ്ണല്ലേ, ജനിച്ച നാടല്ലേ, ഇവിടെ ജീവിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് എങ്ങനെയാണ് മറ്റൊരിടത്ത് ഇതിനേക്കാൾ നല്ലൊരു അവസരം കിട്ടുക എന്ന് ചോദിച്ചപ്പോൾ ഈ നാട്ടിലെ ചെറുപ്പക്കാർ എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിന് മാത്രം എനിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അവർ എന്നോട് ചോദിച്ചു, സാർ എന്ത് കണ്ടിട്ടാണ് സാർ ഞങ്ങൾ ഇവിടെ നിൽക്കേണ്ടത് എന്ന്. എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ, നിങ്ങളുടെ കണ്ണിൽ നോക്കുമ്പോൾ എനിക്കത് അറിയാൻ കഴിയും. ചെറുപ്പക്കാരായ നിങ്ങൾ പഠിച്ച് നേരായ മാർഗത്തിലൂടെ പഠിച്ച് അധ്വാനിച്ച് PSC റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച് നിങ്ങൾ അർഹതപ്പെട്ട നിങ്ങളുടെ തൊഴിലിന് വേണ്ടി ഈ സർക്കാരിന് മുമ്പിൽ യാചിക്കേണ്ടി വരുന്നത് ഈ നാടിന്റെ ഏറ്റവും വലിയ ശാപമാണ് എന്ന് ഈ സർക്കാരിനെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഈ ചെറുപ്പക്കാരോട് ചെയ്യുന്ന ഈ നീതിയില്ലാത്ത, കരുണയില്ലാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾ എണ്ണി ഇതിന് എല്ലാം ഈ നാട്ടിന് മറുപടി പറയേണ്ടി വരും. കാരണം ചെറുപ്പക്കാരുടെ കണ്ണുനീർ വീണ ഒരു നാടിന് നാളെ ഭാവി ഉണ്ടാകത്തില്ല. പലപ്പോഴും ഈ പിൻവാതിൽ നിയമനങ്ങൾക്ക് വേണ്ടി സ്വജനപക്ഷപാതത്തിന് വേണ്ടി എല്ലാ നിയമനങ്ങളും മരവിപ്പിച്ച് നിങ്ങൾ പിൻവാതിലൂടെ ആളുകളെ കുത്തിക്കയറ്റുമ്പോൾ അർഹതയുള്ളവരാണ്, അന്തസ്സുള്ളവരാണ്, ആത്മാഭിമാനമുള്ളവരാണ് ഇന്ന് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വന്ന് നിങ്ങളുടെ മുമ്പിൽ കാത്തു നിൽക്കുന്നത്. ഇന്ന് സമാധാനപരമായി ശാന്തമായി അർഹതപ്പെട്ട ജോലിക്ക് വേണ്ടി ചോദിക്കുമ്പോൾ ഇത് നിങ്ങൾ എല്ലായ്പ്പോഴും നിഷേധിച്ച് ചെറുപ്പക്കാരെ വലിയ ഒരു വിപ്ലവത്തിലേക്ക് നിങ്ങൾ തള്ളിവിടരുത്. ഇതൊരു കാട്ടുതീയായി പടർന്നു പിടിച്ചാൽ കേരളത്തിന് അത് താങ്ങാനുള്ള കരുത്തുണ്ടാവില്ല. കേരളത്തിന്റെ യുവതയെ, ചെറുപ്പക്കാരെ ഇതുപോലെ പരീക്ഷിക്കുന്ന ഒരു സർക്കാരിനെതിരെ യുവജന രോക്ഷമുയർന്നു വന്നാൽ അത് തടുക്കാനുള്ള ശേഷി പിണറായി വിജയൻ സർക്കാരിനില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ ധർമ്മസമരത്തിന് എന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും പിന്തുണയും ഐക്യദാർഢ്യവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.